ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമ്മളിന്ന് അമ്പലത്തിൽ പോവാണ് കേട്ടോ. കർക്കിടക 1-ാം തീയതിയാണ്. ഇന്ന് കളക്ടർ അവധി പ്രഖ്യാപിച്ചാണ്, മഴയുള്ളതുകൊണ്ട്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു വീട്ടിലെല്ലാവരും ഉണ്ട്, 1-ാം തീയതിയായിട്ട് അമ്പലത്തിൽ പോവാണ്. അപ്പോൾ വീടിൻ്റെ അടുത്തുള്ള അമ്പലം എന്ന് പറയുമ്പോൾ കുറച്ചങ്ങോട്ട് പോയിട്ട് ഭയങ്കര പ്രത്യേകതയുള്ള കാണാൻ ഭംഗിയുള്ളൊരു ശ്രീകൃഷ്ണ ക്ഷേത്രം ഉണ്ട് കേട്ടോ. അതൊരു പ്രത്യേകത ഉള്ള അമ്പലമാണ്. ആ അമ്പലം കാണിക്കാമെന്ന് വിചാരിച്ച് സ്പെഷ്യലായിട്ട് അവിടെ ഒന്ന് പോയി കാണുന്നത് ഞങ്ങൾക്കും ഉണ്ടായിരുന്നു. ഞങ്ങൾ ഇതുവരെ പോയിട്ടില്ല. അതിനുശേഷം പിന്നെ ഞങ്ങൾ നേരെ ഗുരുവായൂർക്ക് പോവാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോ ആണെന്ന് എല്ലാവരും കണ്ടോളൂ. അങ്ങനെ നമ്മൾ ഈ ഇടയായിട്ട് ഇൻസ്റ്റഗ്രാമിൽ വൈറലായ കല്ലുത്തിപ്പാറ ടെമ്പിൾ എന്ന് പറഞ്ഞ അമ്പലത്തിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇത് തൃശ്ശൂർ ജില്ലയിലെ കണ്ടാണശ്ശേരി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഉള്ളത്. ഇത് നിയർ ടു ഗുരുവായൂരാണ് കേട്ടോ. ഗുരുവായൂർ അമ്പലത്തിൽ വരുന്ന സമയത്ത് നമുക്ക് ഇവിടെ വന്ന് കയറി ഇവിടെയൊക്കെ കണ്ട് തൊഴുത് ഇവിടെയുള്ള പ്രത്യേകതയൊക്കെ കണ്ടിട്ട് പോകാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞതിലൊരു പ്രത്യേകത ഇതാണ് കേട്ടോ. ഈ പാറകൾക്കുള്ളിലാണ് ആ അമ്പലം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വിശേഷങ്ങളൊക്കെ കാണാം കേട്ടോ. അപ്പോൾ ഈ അമ്പലത്തിൽ പോകുന്ന വഴിയുണ്ടല്ലോ, ആ വഴി അത്യാവശ്യം കുഴപ്പമില്ലാത്ത വഴിയാണ് കേട്ടോ. കാറൊക്കെ പോകാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് അവിടെ വണ്ടി തിരിക്കാനും വളയ്ക്കാനൊന്നും ബുദ്ധിമുട്ടില്ല. കാറൊക്കെ പാർക്ക് ചെയ്തിടാനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. അപ്പോൾ കണ്ടില്ലേ, ഇത് കാണുമ്പോൾ തന്നെ അറിയാം നിങ്ങൾക്ക് പക്ക ഒരു ഗ്രാമപ്രദേശമാണ് കേട്ടോ ഈ കണ്ടാണശ്ശേരി എന്ന് പറഞ്ഞ സ്ഥലം. നമ്മൾ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പരിചയക്കുറവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട് ഇവിടെ കാണാനേ. ഈ അമ്പലത്തിനൊരു പ്രത്യേകത ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ, ആ പ്രത്യേകത ഞാൻ പറഞ്ഞുതരട്ടെ. ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ കാൽപാദം പതിഞ്ഞ ക്ഷേത്രമാണ് കേട്ടോ ഇത്. ആ കാൽപാദം നമുക്കിവിടെ കാണാൻ പറ്റും. ഐതിഹ്യങ്ങളും വിശ്വാസങ്ങളും പരസ്പരം ഇഴപിരിഞ്ഞ് കിടക്കുന്ന ഒരു അമ്പലമാണ് കേട്ടോ ഇത്. പാറയാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു ക്ഷേത്രം. പാറക്കൂട്ടത്തിന് നടുവിലുള്ള ഒരു കുഴിഞ്ഞ സ്ഥലത്താണ് കേട്ടോ ഈ അമ്പലം സ്ഥിതി ചെയ്യുന്നത്. അങ്ങനെ നമ്മളവിടെ ചെന്ന സമയത്ത് നിവേദ്യത്തിൻ്റെ സമയമായതുകൊണ്ട് നമുക്ക് അപ്പം തന്നെ തൊഴാൻ പറ്റിയില്ല. നമ്മൾ കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്തു. അപ്പോൾ നമുക്ക് മനസ്സിലായി അവിടുത്തെ നാട്ടുകാരൊക്കെ ഭയങ്കര സ്നേഹമുള്ള ആൾക്കാരാണ് കേട്ടോ. കുറച്ച് നേരം അവിടെ നിന്നപ്പോൾ അവരുടെ അടുത്ത് സംസാരിച്ചപ്പോൾ നമുക്ക് മനസ്സിലായി. പിന്നെ നമ്മൾ തൊഴുതിറങ്ങിയതിന് ശേഷം നമ്മൾ പയ്യെ ഈ പാറമ്മ കൂടെ അങ്ങോട്ട് കയറാണ് കേട്ടോ. എന്തിനാണെന്നറിയോ, ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ കാൽപാദം കാണണ്ടേ. അപ്പോൾ പോകുന്ന വഴിക്ക് ഇതുപോലൊരു കുഞ്ഞു കുളം അവിടെ ഉണ്ട് കേട്ടോ. ഈ കുഞ്ഞു കുളത്തിനുണ്ടൊരു പ്രത്യേകത. എന്താണെന്നറിയോ, എത്ര കടുത്ത വേനൽ വന്നാലും ഈ കുളം വറ്റാറില്ല അത്രേ. അതൊരു അത്ഭുതമാണ് അല്ലേ. പിന്നെ വേറൊരു ഐതിഹ്യം കൂടി ഉണ്ട് കേട്ടോ. ടിപ്പുവിൻ്റെ പടയോട്ടക്കാലത്തെ തകർക്കപ്പെട്ട ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഇത്ര ഇത്. അങ്ങനെയും ഇതിനെ പറയപ്പെടുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ പയ്യെ അതുമേ കയറുകയാണ്. മഴക്കാലം ആയതുകൊണ്ട് കുറച്ച് വഴുക്കലൊക്കെ ഉണ്ട്, നമ്മൾ ശ്രദ്ധിക്കണം. ഈ കാണുന്ന തോട് കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. ഇതിൽ കൂടെ ഇങ്ങനെ വെള്ളം കുത്തി ഒലിക്കുന്നുണ്ട് മഴയായതുകൊണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ ഈ അമ്പലത്തിൻ്റെ വ്യൂ. ഈ പാറയമെന്നുള്ള വ്യൂ കാണാൻ നല്ല രസമല്ലേ. മഴക്കാലം ആയതുകൊണ്ട് പറമ്പുകളൊക്കെ നിറഞ്ഞ് നല്ല സൂപ്പറായിട്ടാണ് കേട്ടോ നിൽക്കുന്നത്. അപ്പോൾ നോക്കിയേ എന്ത് ഭംഗിയാണ് നോക്കുക കാണാനായിട്ട്. ചുറ്റും പാറ, അതിൻ്റെ നടുക്കൊരു ക്ഷേത്രം. ആ ക്ഷേത്രത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ആ ക്ഷേത്രം നമ്മുടെ ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ ക്ഷേത്രമാണ്. പിന്നെ ആ പാറേൻ്റെ മേലെ ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ കാൽപാദം പതിഞ്ഞിട്ടുണ്ട്. ഇതാണ് കേട്ടോ ആ കാൽപാദം. നമ്മുടെ ഉണ്ണിക്കണ്ണൻ്റെ കാൽപാദം പതിഞ്ഞതാണ് കേട്ടോ അത്. ഇത് കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാർ ഇവിടെ വരുന്നുണ്ട് കേട്ടോ, തൊഴാനായിട്ടും. അങ്ങനെ നമ്മളതൊക്കെ കണ്ട് പയ്യെ അവിടെ നിന്ന് ഇറങ്ങുകയാണ് കേട്ടോ. വഴുക്കലുള്ളതുകൊണ്ട് പിള്ളേർ സെറ്റിൻ്റെ കൈയൊക്കെ പിടിച്ചിറക്കണം, അല്ലെങ്കിൽ നമുക്ക് സ്ലിപ്പാവാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ നമ്മൾ പയ്യെ അവിടെ നിന്ന് ഇറങ്ങി. അങ്ങനെ ഞങ്ങൾ വളരെ ഭാഗ്യവാന്മാരാണെന്ന് വിശ്വസിച്ചുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങാണ് കേട്ടോ. ശരിക്കും ഭാഗ്യം തന്നെയാണ്. ഗുരുവായൂരപ്പൻ്റെ കാൽപാദം അതിന് ഈ ഒരു മണ്ണിൽ വരിക, ഗുരുവായൂരപ്പൻ്റെ കാൽപാദം കാണാമെന്ന് പറയുമ്പോൾ അതൊരു അനുഗ്രഹം തന്നെയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങാണ്. ഞങ്ങൾ വന്നപ്പോൾ തൊട്ടുകൂടെ ഒരു പട്ടിക്കുട്ടനെ കാണുന്നുണ്ടായിരുന്നേ. ആ പട്ടിക്കുട്ടൻ്റെ കഥ ചോദിച്ചപ്പോൾ ആ ചേച്ചി പറയാം, ആ പട്ടിക്കുട്ടൻ 13 കൊല്ലമായിട്ട് ഈ അമ്പലത്തിൻ്റെ അടുത്തുണ്ട്. അവർ ഈ അമ്പലത്തിൽ നിന്ന് കൊടുക്കുന്ന ഭക്ഷണം കഴിച്ചിട്ടാണ് അവൻ്റെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് കേട്ടോ. അപ്പോൾ പട്ടിക്കുട്ടനെ കാണിച്ചു തരട്ടെ. ഇവനാണ് കേട്ടോ. ഞങ്ങളുടെ പിന്നാലെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചത് എന്താണെന്ന് പിന്നെ ആ ചേച്ചി പറഞ്ഞപ്പോഴറിയണേ. ഞങ്ങൾക്ക് തന്നു കേട്ടോ പ്രസാദം. നമ്മൾക്ക് വളരെ സ്നേഹത്തോടെ അമ്പലത്തിലുള്ള പ്രസാദമൊക്കെ അവർ തന്നു. പിന്നെ നമ്മൾ വീട്ടിലേക്ക് പോകാൻ ഒരുങ്ങാണ്. അപ്പോൾ അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ കണ്ടില്ല ഒരു മുളങ്കാട് കണ്ടു കേട്ടോ. നല്ല രസമുണ്ട് കാണാനായിട്ട്. ശരിക്കും ഫോട്ടോഷൂട്ടിനും ഫോട്ടോ എടുക്കാനും ഒക്കെ പറ്റിയൊരു സ്ഥലമാണ് കേട്ടോ. ഭയങ്കര സൈലൻറ്റ്. അതിൻ്റെ ഇടയിൽ കൂടെ ഈ മുളേൻ്റെ സൗണ്ട് മാത്രമേ കേൾക്കാനുള്ളൂ. ഭയങ്കര ഭംഗിയുള്ള ഒരു മഴക്കാലം ആയതുകൊണ്ട് ഇങ്ങനെ ഇരുട്ട് പിടിച്ച് നിൽക്കുന്ന ഒരു അന്തരീക്ഷം കൂടി ആയതുകൊണ്ട് ഭയങ്കരമായിട്ട് ഭംഗി തോന്നി കേട്ടോ. അവിടെ ഒരു ഊഞ്ഞാലൊക്കെ കെട്ടിയിട്ടിട്ടുണ്ട് കേട്ടോ. അനയെ അതിൽ കയറിയിരുന്ന ആടാനൊക്കെ ഒന്ന് നോക്കിയായിരുന്നു. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. പിന്നെ അവിടെ വേറെ കുറച്ച് ഫാമിലിയൊക്കെ വന്നിരുന്നു. അവരും ഇതുപോലെ കണ്ടും കേട്ടറിഞ്ഞ് വന്നവരൊക്കെയാണെന്ന് തോന്നുന്നു. പിന്നെ നമ്മൾ കുറച്ച് നേരം അവിടെ സ്പെൻഡൊക്കെ ചെയ്തിട്ട് പിന്നെ നമ്മൾ നേരെ ഗുരുവായൂർക്ക് തിരിച്ചു. ഗുരുവായൂർ വന്നപ്പോൾ എന്നത്തെയും പോലെ അവിടെ നല്ല തിരക്കായിരുന്നു കേട്ടോ. നമ്മൾ വിചാരിച്ച അടുത്ത ദിവസം ആയതുകൊണ്ട് തിരക്കൊന്നും ഉണ്ടാവില്ല, സുഖമായിട്ട് തൊഴാൻ പറ്റുന്നൊക്കെ. പക്ഷെ വന്നപ്പോൾ നമുക്ക് എല്ലാ പ്രതീക്ഷകളും തെറ്റിയിട്ടുണ്ടായിരുന്നു.
അങ്ങനെ അമ്പലത്തിൻ്റെ ഉള്ളിൽ നല്ല തിരക്കാണെന്ന് മനസ്സിലാക്കിയതോടുകൂടെ പിന്നെ ഞങ്ങൾ വലിയ തിരക്ക് പിടിക്കാനൊന്നും നിന്നില്ല കേട്ടോ. ഞങ്ങൾ പയ്യൊക്കെ വന്ന് മക്കളേനെയും ഗുരുവായൂർ കേശവൻ്റെയും ഗുരുവായൂർ പത്മനാഭൻ്റെയും ഒക്കെ ഈ ഒരു സ്മാരകമൊക്കെ കാണിച്ചിട്ട് പിന്നെ പയ്യാണ് കേട്ടോ തൊഴാൻ കയറിയത്. അല്ലെങ്കിലും കർക്കിടക 1-ാം തീയതി ഗുരുവായൂർ അമ്പലത്തിൽ തിരക്ക് കുറവായിരിക്കും, നല്ല ഈസി ആയിട്ട് കയറി തൊഴാന്നൊക്കെ വിചാരിച്ച ഞങ്ങൾ തന്നെയാണ് കേട്ടോ മണ്ടന്മാർ. പക്ഷെ എന്താ വിചാരിച്ചതെന്നറിയോ, ഇന്ന് വടക്കുന്നാഥൻ അമ്പലത്തിൽ ആനയൂട്ടാണ്. അപ്പം എല്ലാവരും അങ്ങോട്ട് പോകുമെന്ന് വിചാരിച്ചു. പിന്നെ വർക്കിംഗ് ഡേ ആണല്ലോ, അങ്ങനെയൊക്കെ വിചാരിച്ച് വന്ന ഞങ്ങൾ മണ്ടന്മാരായി. സാരമില്ല. അപ്പം നമ്മളെന്തായാലും പയ്യാണ് കേട്ടോ അമ്പലത്തിൽ കയറി തൊഴുതത്. നമുക്ക് പിന്നെ വീടെടുത്തായതുകൊണ്ട് എപ്പോൾ വേണമെങ്കിലും വന്ന് തൊഴാന്നുള്ളൊരു ധൈര്യം ഉണ്ട് കേട്ടോ. അപ്പോൾ ദാ കണ്ടില്ലേ ക്യൂവ്, ഇത്രയും വലിയ ക്യൂ ആണ് കേട്ടോ. ഇവരൊക്കെ ഇനി എപ്പോഴാണ് ആ ഉള്ളിൽ കയറി തൊഴുക? നമ്മളവിടെ എത്തുമ്പോൾ തന്നെ 10-10:30 ആയിട്ടുണ്ട്. അപ്പോൾ പിന്നെ നമ്മൾ വിചാരിച്ചു എന്തായാലും ചുറ്റമ്പലത്തിൻ്റെ ഉള്ളിൽ കയറിയിട്ട് തൊഴുതിട്ട് തിരിച്ചു പോകാമെന്ന്. അങ്ങനെ പിന്നെ നമ്മൾ തൊഴുതൊക്കെ ഇറങ്ങിയിട്ടോ. അങ്ങനെ നമ്മൾ പിന്നെ സ്ഥിരം പരിപാടി, എപ്പോൾ ഗുരുവായൂർ വന്നാലും മാച്ചുവിന് ഒരു കളിപ്പാട്ടം വാങ്ങാന്നുള്ളത് അവൻ്റെ ഹിസ്റ്ററിയിലുള്ളതാണ്. അപ്പോൾ പിന്നെ അതൊക്കെ വാങ്ങിയിട്ട് പിന്നെ നമ്മൾ പയ്യെ വീട്ടിലേക്ക് തിരിച്ചു കിട്ടാം. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ വ്ളോഗ് ഇഷ്ടമായോ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം.